അപ്ഡേറ്റുകളില്ലെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ചറപറ അപ്ഡേറ്റാണ് എമ്പുരാൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എമ്പുരാൻ സിനിമയെ ക്ലാഷ് വയ്ക്കാൻ സൈജു ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സിനിമ ഒരുങ്ങുകയാണ്. നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റുകളിനെ വേഗം പോവാം. 2-3 ദിവസമായി എല്ലാവരും വളരെയധികം ടെൻഷൻ അടിച്ചായിരുന്നു മമ്മൂക്കയുടെ ആരോഗ്യ വാർത്തയെക്കുറിച്ച്. ചിലർ ക്യാൻസർ ആണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയതാണ്. അതിന് ഇപ്പോൾ ഒരു പുതിയൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ. MMN എന്ന മഹേഷ് നാരായണൻ്റെ പുതിയ ചിത്രത്തിലെ സ്ഥലങ്ങളിൽ മാറി മാറി ഷൂട്ട് വന്നപ്പോൾ കാലാവസ്ഥ മൂലമുണ്ടായ ഒരു ചെറിയൊരു ശ്വാസതടസ്സമെന്നാണ് ഇപ്പോൾ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഏപ്രിൽ 6 തന്നെ മഹേഷ് നാരായൺ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള അറ്റവും മൂലമില്ലാത്ത വാർത്ത ഉണ്ട്, ആരും ടെൻഷൻ അടിക്കേണ്ടെന്ന്, കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ്നെസ് ആയിട്ട് കാണാനും പറഞ്ഞിരിക്കുകയാണ്. ചാക്കോച്ചനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടി ചാക്കോച്ചൻ്റെ ആദ്യത്തെ 50 കോടി കളക്ഷൻ നേടിയെടുത്ത ചിത്രമാണ്. ചിത്രത്തിൻ്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 20 നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം പുറത്തു വരുന്നത്. വിനയ് ഫോർഡിനെ നായകനാക്കി 2023 രോഹിത് നാരായൺ സംവിധാനം ചെയ്ത ചിത്രമാണ് സോമൻ്റെ കൃതാവ്. ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ ഇപ്പോൾ ഫ്ലവേഴ്സ് TV സ്വന്തമാക്കിയിരിക്കുകയാണ്. തല അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഒരു ഫാൻ ബോയ് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായ GV കുമാർ തന്നെയാണ് എക്സിൽ പോസ്റ്റ് ആയിട്ടിട്ടുള്ളത്. എ ഹൈ വോൾട്ടേജ് എലവേഷൻ ട്രാക്ക് ഫോർ ദ മാൻ ഓഫ് മാസസ് എന്നാണ് ആ പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഫ്രം മാർച്ച് 18. അജിത് ഫാൻസും ഫിലിം ഫാൻസും എല്ലാം വളരെ എക്സൈറ്റഡോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ചിത്രത്തിൻ്റെ ടീസർ വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഫിലിം ലവേഴ്സിൻ്റെ ഇടയിൽ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ പുതിയൊരു ഗാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരിക്കാം. മാർച്ച് 18, അതായത് ഇന്ന് നമുക്ക് അജിത്തിന് വേണ്ടിയുള്ള OG സംഭവം, GV കുമാർ ചെയ്തു വെച്ചുള്ള OG സംഭവം എന്താണെന്ന് കാണാം. ലിയോ കഴിഞ്ഞ തൊട്ടേ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാർത്തികയുടെ കൈദി 2. അന്ന് വന്ന ന്യൂസ് പ്രകാരം ലിയോ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൈദി 2 ജോയിൻ ചെയ്യുന്നതാണ്. അതായത് ഈ വർഷം 2025 തന്നെയാണ് സംവിധാനം ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് രജനീകാന്തിനെ വെച്ച് കൂലി ഒരു സിനിമ എടുത്തുകൊണ്ടിരുന്നത്. കൂലി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലോകേഷിൻ്റെ പ്രോജക്റ്റാണ്. ഈവൻ ദോ LCUവിൽ വന്നില്ലെങ്കിൽ പോലും അങ്ങ് അമീർ ഖാൻ തൊട്ട് മോളിവുഡിലെ സൗബിൻ വരെ ഉണ്ട് കാസ്റ്റ് ലിസ്റ്റിൽ. അപ്പോൾ കൂലി എന്ന സിനിമ പാക്കപ്പ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കൂലി എന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജ് കൈദി 2 എന്ന ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. കൈദി കഴിഞ്ഞ ഉടനെ സൂര്യയ്ക്ക് വേണ്ടി റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ ചിത്രമാണ് ലോകേഷ് സംവിധാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമീർ ഖാനുമായിട്ട് ഒരു പ്രോജക്റ്റ് പ്ലാനിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ഇരുമ്പകൈ മായാവിനെ ആയിരിക്കുമെന്നാണ് അറിയുന്നത്. അറ്റ് ലാസ്റ്റ് വിക്രം 2ഓടുകൂടി ഈ യൂണിവേഴ്സ് അങ്ങ് എൻഡ് ചെയ്യുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ലിയോ 2 നടക്കും എന്നുള്ള ചോദ്യത്തിന് ലോകേഷ് പറഞ്ഞിരിക്കുന്നത് വിജയ് സാർ എപ്പോൾ ഡേറ്റ് എന്നാലും ചെയ്യാൻ റെഡി എന്നാണ്. അതും കൂടെ സംഭവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും കട്ടയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെ, നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന ചിത്രം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഫാൻസ് എല്ലാവരും നിരന്തരം തന്നെ ഇവരുടെ പേജുകളിൽ പോയി റിക്വസ്റ്റ് ചെയ്യണം, എന്താണ് അപ്ഡേറ്റ് വരാത്ത. അതോടൊപ്പം തന്നെ ഒരു റൂമർ എന്ന രീതിയിലെന്ന് വേണം ലൈക്ക ഈ സിനിമയിലെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചത്. അതിനുശേഷം റിലീസ് നീട്ടിവെക്കും. ഇനി സിനിമ പറഞ്ഞ സമയത്തിനുള്ളിൽ റിലീസ് ആകില്ല എന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു ടെൻഷൻസ് എല്ലായിടത്തു നിന്നും ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെയാണ് ഒരു ട്വിസ്റ്റ് എന്ന രീതി എന്ന് വേണം ലൈക്ക ഈ സിനിമേൻ്റെ ഭാഗത്തു നിന്നും പിന്മാറി അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലൻ ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ചിത്രത്തിൻ്റെതായിട്ട് പറ അപ്ഡേറ്റുകളാണ് ഓരോ ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വമ്പൻ അപ്ഡേറ്റ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വരുമെന്ന് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരൻ കൺഫേം ചെയ്തിട്ടുണ്ട്. 9mm റിവോൾവർ എന്ന് നിൽക്കുന്ന അബ്രാം ഖുറേഷിനെയാണ് അപ്ഡേറ്റ് ആയിട്ട് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റ് ഇല്ല, നമ്മൾ പരാതിപ്പെട്ടപ്പോൾ ഇപ്പോൾ അതിന് ഒരു റിവഞ്ച് എന്ന രീതിയാണ് ഓരോ ദിവസം തുരുതുര അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ടീം. ഇന്ന് 6 മണിക്ക് ഒരു വമ്പൻ അപ്ഡേറ്റ് തരുമെന്ന് ഇന്നലെ പൃഥ്വിരാജ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേ ബി ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് ആകും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്ലിംസ് ആകാം. നമുക്കറിയാൻ കഴിഞ്ഞത് ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് എന്നാണ്. എല്ലാവരും ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ചിത്രത്തിൻ്റെ ട്രെയിലറിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. ഫാൻ ഷോസൊക്കെ ഇപ്പോൾ ചടപടാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാൻസുകാരുടെ പേജിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ. അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ട്രെയിലർ അപ്ഡേറ്റ് മാർച്ച് 20 നടക്കുമെന്നാണ്. അത് കേരളത്തിലായിരിക്കില്ല, ഔട്ട്സൈഡ് കേരള എന്നാണ്. മുംബൈ വരാൻ ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ചെന്നൈയിലോട്ടും മാറ്റാം. ട്രെയിലറിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലെന്നും കേൾക്കുന്നുണ്ട്. പ്രഭാസ് വരാം, മഹേഷ് ബാബു ഉണ്ടാകാനും രാജമൗലി ഉണ്ടാകാനും ചാൻസസ് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട്. എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ ഗ്രാൻഡായിട്ട് നടക്കണം, എന്നാലേ ഒരു നോർത്തിലൊക്കെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റീച്ച്, മാർക്കൊക്കെ കിട്ടിയതുള്ള ഒരു റീച്ച് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലൂസിഫർ സിനിമയ്ക്ക് വേണ്ടി ഉഷാവുദിപ്പ് നമ്മുടെ ദീദി ഒരു എൽ തീം സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നല്ല രീതിയിൽ, അതായത് ലൂസിഫറിന് വേണ്ടി നല്ല രീതിയിൽ ഒരു റീച്ച് ഉണ്ടാക്കി കൊടുത്തൊരു ഗാനമായിരുന്നു. ഇപ്പം തന്നെ യൂട്യൂബിൽ 14 ലക്ഷത്തോളം വ്യൂവേഴ്സാണ് ആ ഗാനത്തിന് കടന്നിരിക്കുന്നത്. ഇപ്പോൾ എമ്പുരാന് വേണ്ടിയും ഉഷാവുദിപ്പ് ദീദി ഒരു ഗാനം പാടിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ദീപക് ദേവ് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ദീദി റോക്ക്ഡ് അഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എമ്പുരാനുമായി ക്ലാഷ് വെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൈജു ഗ്രൂപ്പിൻ്റെ അഭിലാഷം എന്ന പുതിയ സിനിമ. ചിത്രത്തിൽ നായികയെത്തുന്നത് തൻവീർ റാമാണ്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സരിക ആൻ്റണിയും ശങ്കർദാസും കൂടെ ചേർന്നാണ്. എമ്പുരാന് ഇനി നല്ല രീതിയിലുള്ളൊരു പുള്ളുണ്ടെങ്കിൽ ചിത്രം റിലീസ് തീയതി മാറ്റുന്നതായിരിക്കും. എന്തായാലും റിലീസ് അന്ന് തന്നെ വയ്ക്കാൻ ചാൻസ് ഇല്ല. മേ ബി 27-ന് 28-ന് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മേ ബി റിലീസ് മാറ്റിയേക്കും. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ച റിപ്പോർട്ടെന്ന് വെച്ചാൽ ചിത്രം റിലീസ് ഡേറ്റിൽ നിന്നും പുറകോട്ടില്ലെന്നാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട.